അതിൽ നിന്നും മടങ്ങി വരണമെന്ന ഹിൻഡുകൾ, മുന്നറിയിപ്പുകൾ, സൂചകങ്ങളൊക്കെ തമ്പുരാൻ നമുക്ക് നൽകാറുണ്ട്. ഇതിനെയൊന്നും പലപ്പോഴും നാം മൈൻഡ് ചെയ്യാറില്ല, മനസ്സിലാക്കാറില്ല, തിരിച്ചറിയാറില്ല. എന്ത് സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ, നാം നമ്മുടേതാകുന്ന, ഞാൻ എടുത്ത തീരുമാനത്തിലും ഞാൻ എടുത്തതാകുന്ന മുറുകെ പിടിച്ചിരിക്കുന്ന കാര്യത്തിലും ഞാൻ മുമ്പോട്ട് പോകുമെന്ന് വാശി പിടിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തെ നാം മുന്നോട്ട് നയിക്കുന്നു. ത്രിയേക ദൈവത്തിന് സ്തുതി. സുബോറോ വോയിസിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് അല്പസമയം നിങ്ങളുമൊത്ത് ധ്യാനിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്ന വിഷയം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 26-ാം അധ്യായം അതിൻ്റെ 72 മുതൽ ഉള്ളതായ വാക്യങ്ങളാണ്. ആ വാക്യങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപായി ആ വാക്യങ്ങൾ എന്തിനെ സൂചിപ്പിക്കുന്നു എന്ന് ഞാൻ ആമുഖമായി നിങ്ങളോട് പറയാം. ആ വാക്യങ്ങൾ സൂചിപ്പിക്കുന്നത്, ഒരു മനുഷ്യൻ കർത്താവിനെ കാണുകയും കർത്താവിനോട് ഒപ്പമായിരിക്കുകയും എല്ലാ കാര്യങ്ങളും കർത്താവിൽ നിന്ന് പഠിക്കുകയും ചെയ്തിട്ടും എന്നാൽ കർത്താവിൽ നിന്ന് അകന്നു പോകേണ്ടുന്ന ഒരു സാഹചര്യത്തെക്കുറിച്ചാണ് നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. അത് മറ്റാരുമല്ല, കർത്താവിൻ്റെ ഏറ്റവും അടുത്ത് നിന്ന് കർത്താവിൻ്റെ ശിഷ്യന്മാരിൽ ഏറ്റവും പ്രധാനിയായിരിക്കുന്ന ശീമോൻ പത്രോസാണ്. കർത്താവ് പത്രോസിനെ വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട്, പത്രോസേ, നീ പാറയാകുന്നു, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയുമെന്ന്. അങ്ങനെ പറഞ്ഞുകൊണ്ട് സഭയുടെ താക്കോലുകൾ ഏൽപ്പിച്ചതായ ശീമോൻ പത്രോസ് കർത്താവിൻ്റെ പീഡാനുഭവ സമയത്ത് എന്തു ചെയ്തു എന്നുള്ളത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 26-ാം അധ്യായം അതിൻ്റെ 72 മുതൽ 75 വരെയുള്ളതായ വാക്യങ്ങളാണ്. ഈ വാക്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് തോന്നും, ശിമോൻ പത്രോസ് കർത്താവിനെ വിട്ട്, അല്ലെങ്കിൽ കർത്താവ് ശിമോൻ പത്രോസിന് കൊടുത്ത ഈ സ്ഥാനത്തിന് യോഗ്യമായ വിധത്തിലുള്ള പ്രവർത്തനങ്ങളെയാണോ കാഴ്ചവെച്ചത്? നമ്മളെല്ലാവരും നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, അപ്രകാരമുള്ള ഒരു അനുഭവം ഒന്നും ആയിരുന്നില്ല ശിമോൻ പത്രോസിൻ്റെ ഈ വാക്കുകളിലൂടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. വാക്യം ഇങ്ങനെയാണ്. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 26-ാം അധ്യായം അതിൻ്റെ 72 മുതൽ 75 വരെയുള്ളതായ വാക്യങ്ങൾ പരിശോധിക്കുമ്പോൾ നമുക്ക് അവിടെ നിന്ന് ഇപ്രകാരമാണ് വായിക്കുവാനായിട്ട് സാധിക്കുന്നത്. അവൻ പിന്നെയും ആ മനുഷ്യനെ ഞാൻ അറിയുകയില്ല എന്ന് ആണയിട്ട് തള്ളിപ്പറഞ്ഞു. അല്പം കഴിഞ്ഞ് അവിടെ നിൽക്കുന്നവർ അടുത്ത് വന്ന് കീപ്പായോട്, നീ സത്യമായും അവരിൽ ഒരുവനാണ്, നിന്റെ സംസാരവും നിന്നെ വെളിപ്പെടുത്തുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ, ആ മനുഷ്യനെ ഞാൻ അറിയുകയേയില്ല എന്ന് പറഞ്ഞ് ശപിപ്പാനും ആണയിടുവാനും തുടങ്ങി. അതേ നാഴികയിൽ കോഴി കൂവുന്നതിന് മുമ്പ് നീ 3 പ്രാവശ്യം എന്നെ തള്ളിപ്പറയുമെന്ന് യേശു തമ്പുരാൻ തന്നോട് പറഞ്ഞിരിക്കുന്ന വചനം അപ്പോൾ കീപ്പ ഓർത്തു. അവൻ പുറത്തേക്ക് പോയി അതിദുഃഖത്തോടുകൂടി കരഞ്ഞു. ശിമോൻ പത്രോസ് പ്രത്യേകമാകുന്ന ഒരു സാഹചര്യം വന്നപ്പോൾ കർത്താവിനെ പിടിക്കപ്പെട്ടു. കൂടെ ആയിരുന്നവർ ചിതറിപ്പോകുന്ന ഒരു അനുഭവത്തിൽ രഹസ്യമായി കർത്താവിനെ എന്ത് ചെയ്യുന്നു എന്ന്, അല്ലെങ്കിൽ കർത്താവ് പിടിക്കപ്പെട്ടതിന് ശേഷം കർത്താവിനെ ഇവർ എവിടേക്ക് കൊണ്ടുപോകുന്നു, എന്ത് ചെയ്യുന്നു എന്നറിയുന്നതിന് വേണ്ടി രഹസ്യമായ പിന്തുടരുന്നതായ ശിമോൻ പത്രോസ്. എന്നാൽ ശിമോൻ പത്രോസും പിടിക്കപ്പെടുകയാണ്. പിടിക്കപ്പെട്ടതാകുന്ന സമയത്ത് ശിമോൻ പത്രോസ് രക്ഷപ്പെടുവാനായിട്ടാണോ അതുമല്ല എങ്കിൽ ആ ഒരു സാഹചര്യത്തെ അതിജീവിക്കുവാനായിട്ടാണോ എന്ന് നമുക്കറിയില്ല. പക്ഷേ അത്രയും നാളും കൂടെ നടത്തിക്കൊണ്ട് അത്ഭുതങ്ങളെയും അടയാളങ്ങളെയും എല്ലാ കാര്യങ്ങളെയും പ്രവർത്തിച്ചതായ ഗുരുനാഥനെ മറന്ന് ഗുരുനാഥനെ തള്ളിപ്പറയുന്നൊരു അനുഭവം ശിമോൻ പത്രോസിനുണ്ടാവുകയാണ്. ഞാൻ അവനെ അറിയുകയില്ല, അവൻ ആരാണ് എന്ന് അവനെക്കുറിച്ച് തള്ളിപ്പറയുക മാത്രമല്ല, ആണയിടുവാനും പ്രാകുവാനും തുടങ്ങിയതാണ് വിശുദ്ധ വചനം പരിശോധിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. പ്രിയമുള്ളവരെ,
ശിമോൻ പത്രോസ് കർത്താവിനോട് കൂടിയായിരുന്നൊരു അനുഭവമായിരുന്നു. ഞാനും നിങ്ങളുമൊക്കെ ഒന്ന് ചിന്തിച്ചു നോക്കൂ. നമ്മളൊക്കെ ദേവാലയത്തിൽ പോകുന്നവരാണ്, ദേവാലയത്തിൽ പ്രാർത്ഥനയ്ക്കായി പോകുന്നവരാണ്, ആരാധനയിൽ സംബന്ധിക്കുന്നവരാണ്, 2 നേരം സ്വഭവനങ്ങളിൽ പ്രാർത്ഥിക്കുന്നവരാണ്, കുടുംബ യൂണിറ്റ് യോഗങ്ങളിലും അതുപോലെ തന്നെ കുരിശും തൊട്ടികളിൽ നടക്കുന്ന പ്രാർത്ഥനാ യോഗങ്ങളിൽ അല്ലെങ്കിൽ പ്രാർത്ഥനകളിലും എല്ലാം നമ്മളെല്ലാവരും സജീവമായി സംബന്ധിക്കാറുണ്ട്. പക്ഷേ കർത്താവിനെ ഏറ്റുപറയേണ്ടതാകുന്ന ഒരു സമയത്ത് അല്ലെങ്കിൽ പ്രതിസന്ധിയുടേതാകുന്ന നാളുകളിൽ കർത്താവിനെ ഏറ്റുപറയുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ എന്ന് ചിന്തിക്കേണ്ടത് ഏറെ അനിവാര്യമാണ്. നമ്മുടെ രീതികളും അല്ലെങ്കിൽ നമ്മുടെ പ്രാർത്ഥനകളിലൊക്കെ സംബന്ധിക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിത അനുഭവത്തിൽ ക്രിസ്തുവിനോട് ചേർന്ന് നിന്ന് നമുക്ക് പ്രവർത്തിക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. തൻ്റെ കഷ്ടാനുഭവങ്ങളിൽ താൻ കഷ്ടത ഏറ്റതുപോലെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ പ്രതികൂല സാഹചര്യത്തിൽ ക്രിസ്തുവിനെ മുറുകെ പിടിച്ചുകൊണ്ട് നമുക്ക് ആ പ്രതികൂല സാഹചര്യത്തെ മുന്നോട്ട് നയിക്കുവാൻ സാധിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കണം. ശിമോൻ പത്രോസ് ഒരു ചെറിയതാകുന്നൊരു കാര്യം മാത്രമേ ചെയ്തിട്ടുള്ളൂ, കള്ളം പറയുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. അവൻ്റെ നിലനിൽപ്പിന് വേണ്ടി അവൻ ചെയ്തതായ ഒരു കാര്യമാണ്. പക്ഷേ അവൻ തിരിച്ചറിയുകയാണ്, തൻ്റെ ഗുരുനാഥൻ തന്നെ ഓർമ്മിപ്പിക്കുകയും തനിക്ക് പറഞ്ഞു തന്നതാകുന്ന മുൻപായി പറഞ്ഞു തന്നതായ കാര്യത്തെ ഓർത്തുകൊണ്ട് ശിമോൻ പത്രോസ് എന്ത് ചെയ്യുന്നു? താൻ പറഞ്ഞിട്ടുണ്ട് അവനോട്, നീ എന്നെ കോഴി കൂകുന്നതിന് മുമ്പ് തള്ളിപ്പറയുമെന്ന്. കർത്താവ് പറഞ്ഞ കാര്യങ്ങളെ ഓർക്കുകയും അതിനെ ഓർത്തുകൊണ്ട് പശ്ചാത്തപിക്കുകയും ചെയ്യുന്ന ശിമോൻ പത്രോസ്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലേക്കും ദൈവം ഒരുപാട് ഹിൻഡുകൾ നൽകാറുണ്ട്. പാപത്തിലേക്ക് നാം വീണു പോകുമ്പോൾ, മരണത്തിലേക്ക് നാം വീണു പോകുമ്പോൾ, നാശത്തിൻ്റെ അനുഭവത്തിലേക്ക് നാം വീണു പോകുമ്പോൾ, അതിനകത്ത് മകനെ നീ അതിനകത്ത് നിൽക്കരുത്, അതിൽ നിന്നും മടങ്ങി വരണമെന്ന ഹിൻഡുകൾ, മുന്നറിയിപ്പുകൾ, സൂചകങ്ങളൊക്കെ തമ്പുരാൻ നമുക്ക് നൽകാറുണ്ട്. ഇതിനെയൊന്നും പലപ്പോഴും നാം മൈൻഡ് ചെയ്യാറില്ല, മനസ്സിലാക്കാറില്ല, തിരിച്ചറിയാറില്ല. എന്ത് സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ, നാം നമ്മുടേതാകുന്ന ഞാൻ എടുത്ത തീരുമാനത്തിലും ഞാൻ എടുത്തതാകുന്ന മുറുകെ പിടിച്ചിരിക്കുന്ന കാര്യത്തിലും ഞാൻ മുമ്പോട്ട് പോകുമെന്ന് വാശി പിടിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തെ നാം മുന്നോട്ട് നയിക്കുന്നു. അപ്രകാരം മുമ്പോട്ട് നയിക്കുമ്പോൾ നാം മനസ്സിലാക്കണം, നമ്മുടെ തെറ്റുപറ്റിയ തെറ്റുകളെ തിരുത്തുവാൻ നാം തയ്യാറായില്ല എങ്കിൽ അത് വലിയതാകുന്ന ഒരു കുറവിലേക്കും വലിയതാകുന്ന ഒരു ആഴമേറിയ കുഴിയിലേക്കുമാണ് നാം വീഴുന്നതെന്ന് മനസ്സിലാക്കുന്നില്ല. പലരും ഇന്ന് കുഴിയിലേക്ക് ഇറങ്ങിപ്പോകുമ്പോഴും ആ കുഴിയിലേക്കാണ് താൻ ഇറങ്ങിപ്പോകുന്നത്. ആ കുഴിയുടെ അനുഭവത്തിലേക്ക്, പീഡനത്തിൻ്റെ അല്ലെങ്കിൽ വീണുപോകുന്ന ഒരു അനുഭവത്തിലേക്കാണ് താൻ ഇറങ്ങിപ്പോകുന്നത് എന്നുള്ള ബോധ്യം പലപ്പോഴും നമ്മിലുണ്ടാകാറില്ല. തിരിച്ചു വരുവാൻ, മടങ്ങി വരുവാൻ ആഗ്രഹിക്കുന്ന തമ്പുരാൻ, നമ്മുടെ ഓരോരുത്തരുടെയും മടങ്ങി വരവിന് ആഗ്രഹിക്കുന്ന തമ്പുരാൻ. നാം പാപം ചെയ്താലും, നാം എത്രയേറെ തമ്പുരാനിൽ നിന്ന് അകന്നു പോയാലും, കർത്താവിൽ നിന്ന് എത്ര അകന്നു പോയാലും മടങ്ങി വരുവാനായി 2 കൈകളും നീട്ടി കാത്തിരിക്കുന്ന തമ്പുരാൻ. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ശിമോൻ പത്രോസിൻ്റെ കാര്യം. ശിമോൻ പത്രോസ് കർത്താവിനെ തള്ളിപ്പറഞ്ഞവനായിരുന്നു. അതുപോലെ തന്നെ തൻ്റെ ശിഷ്യന്മാരിൽ ഒരുവൻ കർത്താവിന് ഒറ്റിക്കൊടുക്കുന്ന ഒരു അനുഭവം ഉണ്ടായിരുന്നു. പക്ഷേ ആ ശിഷ്യൻ യൂദ എന്ത് ചെയ്തു? യൂദ കെട്ടി ഞാന്ന് മരിക്കുന്ന ഒരു അനുഭവത്തിലേക്ക് പോയി. പക്ഷേ ശിമോൻ പത്രോസ് കർത്താവിനെ തള്ളിപ്പറഞ്ഞിട്ടും അവൻ ചെയ്ത പാപങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ അവൻ ചെയ്ത തെറ്റിനെക്കുറിച്ച് അവന് ബോധ്യം വരികയും അവൻ എന്ത് ചെയ്തു? അവൻ കർത്താവിൻ്റെ അടുക്കലേക്ക് പശ്ചാത്താപത്തോടുകൂടി മടങ്ങി വരുവാൻ തയ്യാറായി. 2 ശിഷ്യന്മാരെയും എടുത്ത് പരിശോധിക്കുമ്പോൾ 2 പേരും കർത്താവിൽ നിന്ന് അകന്നു പോയവരായിരുന്നു. 2 പേരും വലിയതാകുന്ന കർത്താവിൻ്റെ ആ സംരക്ഷണത്തിൽ നിന്ന് അല്ലെങ്കിൽ ആ ഗുരുശിഷ്യ ബന്ധത്തിൽ നിന്നും അകന്നു പോയവരായിരുന്നു. അങ്ങനെ അകന്നുപോയ ആ ശിഷ്യന്മാരിൽ ഒരുവൻ മടങ്ങി വന്നു. മടങ്ങി വന്നവനെ 2 കൈയും നീട്ടി സ്വീകരിക്കുക മാത്രമല്ല, അവന് വെച്ചിരുന്ന സ്ഥാനങ്ങളെല്ലാം അവന് കൊടുക്കുകയും ചെയ്തു എന്ന് നാം മനസ്സിലാക്കണം. പ്രിയമുള്ളവരെ, വചനം നാം പരിശോധിക്കുമ്പോൾ നമുക്ക് ഇപ്രകാരമാണ് കാണുവാനായിട്ട് സാധിക്കുന്നത്. നിന്റെ പാപം എത്ര കടും ചുവപ്പായിരുന്നാലും അതിനെ ഹിമം പോലെ വെളുപ്പിക്കുവാൻ കഴിവുള്ളവനായൊരു തമ്പുരാനുണ്ട് എന്ന്.
നമ്മുടെ കഴിവുകൊണ്ടല്ല നമ്മളിങ്ങനെയൊക്കെ ആയിരിക്കുന്നത്. നാം ചിന്തിക്കുന്നുണ്ട്, എൻ്റെ കഴിവ് കൊണ്ടും എൻ്റെ ഭുജബലം കൊണ്ടും മാത്രമാണ് ഞാനിങ്ങനെയൊക്കെ ആയിരിക്കുന്നത്. അല്ല, തമ്പുരാൻ നൽകിയ തമ്പുരാൻ്റെ കരുണ കൊണ്ട്, കർത്താവിൻ്റെ കരുണ ഒന്നുകൊണ്ട് മാത്രമാണ് പ്രിയമുള്ളവരെ ഞാൻ നിങ്ങളുമൊക്കെ ആയിരിക്കുന്ന സ്ഥാനങ്ങളിൽ ഇരിക്കുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ നാം മനസ്സിലാക്കണം, ശിമോൻ പത്രോസിൻ്റെ ജീവിതത്തിൽ അവന് സംഭവിച്ച പിഴവിനെ ഓർത്തുകൊണ്ട് അവൻ കർത്താവിൻ്റെ അടുക്കിലേക്ക് മടങ്ങി വന്നതുപോലെ നമ്മുടെ പാപങ്ങളിൽ നിന്നും, നമ്മുടെ വീഴ്ചകളിൽ നിന്നും, നമ്മുടെ തകർച്ചകളിൽ നിന്നും, കർത്താവിൽ നിന്ന് അകന്നു പോകുന്ന പ്രവർത്തനങ്ങളിൽ നിന്നും നമുക്ക് കർത്താവിങ്കലേക്ക് മടങ്ങി വരുവാനായിട്ട് സാധിക്കണം. ക്രിസ്തുവിങ്കലേക്ക് മടങ്ങി വരുമ്പോൾ വലിയതാകുന്ന രക്ഷയുടെ പാതയിലേക്ക് നമുക്ക് പ്രയാണം ചെയ്യുവാനായിട്ട് സാധിക്കും. രക്ഷകനായ മിശിഹായുടെ അടുക്കിലേക്ക് മടങ്ങി വരുമ്പോൾ ആ രക്ഷയിലേക്ക് നമുക്ക് പറ്റിച്ചേരുവാനും ആ രക്ഷയുടെ പാതയിലൂടെ നമുക്ക് സഞ്ചരിക്കുവാനും സാധിക്കും. പ്രകാരം ശിമോൻ പത്രോസിനെ പോലെ രക്ഷയുടെ പാതയിലൂടെ സഞ്ചരിക്കുവാൻ ദൈവമായ കർത്താവ് നിങ്ങൾ ഓരോരുത്തരെയും യോഗ്യരാക്കി തീർക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്തുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കട്ടെ. ദൈവതിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ.